ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ല, അപ്പോൾ കുറച്ച് കരച്ചിലും പിരിച്ചിലൊക്കെ നമുക്ക് കാണാം, നമുക്ക് പോയോക്കാം. അപ്പോൾ അതാ എൻ്റെ ചെറിയ മകളെ സ്കൂളൊക്കെ ആക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ഞാൻ അഥവാ കരയോന്നൊക്കെ എഴുതി നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങളിതാ സ്കൂളിലേക്ക് എത്തി. ഇവിടെ നല്ല വരവേൽപ്പൊക്കെ കേട്ടോ, കൊട്ടും പാട്ടും മേളെന്ന് പറഞ്ഞ പോലെ കുട്ടികളൊക്കെ ഒന്നും മയക്കി ഇങ്ങോട്ട് ഓരോതിൽ ഇങ്ങോട്ട് എടുക്കണ്ടേ എന്ന് പറഞ്ഞ പോലെ അപ്പോൾ നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ കണ്ടിട്ട് അന്തം മുട്ട് നിൽക്കുന്നു കേട്ടോ. ഞങ്ങളാച്ച പോയിട്ട് നേരെ അതിൻ്റെ മുന്നിൽ പെടുകയും ചെയ്തു. പിന്നെ എങ്ങനെയൊക്കെ പാടാൻ അതിൻ്റെ ഉള്ളിൽ കൊണ്ട് കയറിച്ചാലും പോരട്ടോ. അങ്ങനെ നിറയെ കുട്ടികൾ നിൽക്കുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നെസ്റ്റാൾജി. പണ്ടൊക്കെ നമ്മൾ പോണ സമയത്ത് ഒരുമാതിരി കരച്ചിലും പിരിച്ചിലൊക്കെയും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളൊന്നും ആരും അങ്ങനെ കരയണം പിരിയണമൊന്നും ഇല്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ അന്തം വെച്ചിട്ടുണ്ടാവും, എന്താ ഇപ്പോൾ കാട്ടുക. അങ്ങനെ ഇതാ നീയക്കുട്ടിനെ LKG UKG കഴിഞ്ഞതാണ്. അപ്പോൾ ഓളെ ഞാൻ 1ാം ക്ലാസ്സിക്ക് വേറെ കൊണ്ടുപോയി ഇരുത്തണം. അപ്പോൾ ഇനിയിപ്പോൾ മോളെ LKG ഇരുത്തണം. അപ്പോൾ രണ്ടാളെയും പാടായിട്ട് ഞാൻ കടന്ന് തിരിയും വേണം കേട്ടോ. അങ്ങനെ ഇതാ നിയാനെ കൊടുത്തിട്ട് ഞാൻ 1ാം ക്ലാസ്സിൽ ഇരുത്തിയിട്ട് പിന്നെ ഞാൻ പോയി ടീച്ചറോട് പറഞ്ഞു, ഇവളെ അനിയത്തി ഉണ്ട് LKG, അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്ന് പോട്ടെ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഇതാ നിയ 1 ഏലാട്ടോ. അപ്പോൾ ടീച്ചറൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാൻ അവിടുന്ന് വിട്ടു കേട്ടോ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അതാ ഇപ്പോൾ എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര കൊല്ലമായി? 10 കൊല്ലമായോ എനിക്കറിയില്ല. എന്തായാലും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 8-9 കൊല്ലമായി തോന്നുന്നു. എന്തായാലും ഞങ്ങൾ 10ൽ പഠിക്കുമ്പോൾ കണ്ടതാട്ടോ ഒരു ഫ്രണ്ട്സിനെ. അപ്രതീക്ഷിതമായി ഞാൻ ഓളെയും കണ്ടു, ഓൾ ഇനിയും കണ്ടു. പിന്നെ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് തന്നെ കുറ്റിയില്ല കേട്ടോ. ചിരിച്ചിട്ടും വെച്ചാന്നും പറഞ്ഞ മാതിരി കേട്ടോ. അങ്ങനെ പിന്നെ നോക്കുമ്പോൾ ഓളെ കുട്ടിയുടെ അടുത്ത് നിൽക്കണം, എനിക്ക് എൻ്റെ 2 മക്കളുടെ അടുത്ത് നിൽക്കും വേണം. ഇതിലിപ്പോൾ എവിടേക്കാണ് നിൽക്കേണ്ടതെന്നും കുറ്റിയില്ല കേട്ടോ. അങ്ങനെ കുറേ വർത്താനമൊക്കെ പറഞ്ഞു വെച്ചാലും പോരാ, എന്തൊക്കെയാണ് പറഞ്ഞു എന്നുള്ളതും കൂടി കുറ്റിയില്ല കേട്ടോ. അത്രയ്ക്ക് പൊലി വിട്ടോ കണ്ടപ്പോൾ. പിന്നെ അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും ഇനി ഇവിടെ നിൽക്കും, ഞാനൊന്ന് പോയിട്ട് ഇനി മകളൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞിട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ വർത്താനൊക്കെ പറഞ്ഞു, ഞങ്ങൾ കൈയൊക്കെ പിടിച്ച കുറേ നടന്നു കേട്ടോ ഞങ്ങൾ. അങ്ങനെ പിന്നെ ഞാൻ നിഫമോളത്തേക്ക് എത്തിയിട്ടോ. നിഫമോളത്തേക്ക് എത്തിയപ്പോൾ ഉമ്മ ഉണ്ട് നിഫമോളത്ത് ഇരിക്കണം കേട്ടോ. പക്ഷെ ഉമ്മക്ക് ബാഗിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് പറഞ്ഞിട്ട് പിന്നെ അമ്മ അങ്ങനെ വേഗം പോവുകയും ചെയ്തു. അങ്ങനെ പിന്നെ നിഫിയും പിന്നെ ഇത് ഞങ്ങളോട്ട് മിതക്കുട്ടി കേട്ടോ. ഞങ്ങൾ നേരെ എടുത്തത് പെരിയിൽ തന്നെ കേട്ടോ. അപ്പോൾ രണ്ടാളും ഫ്രണ്ട്സാണ്. ഇനിയിപ്പോൾ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ തല്ലും പിടിയൊക്കെ കൂടുമെന്ന് നമുക്കറിയില്ല. എന്തായാലും അപ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ മാതിരി ഭയങ്കര പരിപാടിയാണ് കേട്ടോ. ചാടി കളിക്കണത് ആരതറോ സംസുദ്ദീൻ മാഷ എന്നെ തോന്നുന്നു. ഇപ്പോഴും മാഷിന് ചെറുപ്പക്കാരാന്നുള്ള വിചാരം തോന്നുന്നു കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതാണ്. അങ്ങനെ ക്ലാസ്സിലൊക്കെ എത്തി ഒരു മാതിരി ഒരു ഇംഗൃതത്തിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഓള് എല്ലാവരും പാടെ കണ്ടപ്പം കിട്ടുക അന്തം വിട്ടുക്കാന്നും അറിയില്ല. പിന്നെ ഈ പ്ലാവിൻ്റെ ചോട്ടിലും കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ക്ലാസ്സിൽ തന്നെ വന്നു. ഓൾ ടീച്ചറെ അടുത്ത് ഇരിക്കണു. അപ്പോൾ ഇതാണ് നമ്മുടെ ജയശ്രീ ടീച്ചർ കേട്ടോ. നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല, ജസ്റ്റ് കിട്ടിയത് കിട്ടി വീഡിയോയിൽ. അങ്ങനെ പിന്നെ ടീച്ചർമാർ ഇവിടെ കുട്ടികളോട് ഓരോരുത്തരോട് ഓരോന്നും പറയുന്നത്. അംഗനവാടിക്ക് പോയ കുട്ടികളാരൊക്കെ, പാട്ട് പഠിച്ച കുട്ടികളാരൊക്കെയാണ്. അപ്പോൾ ഇപ്പം മോള് പെരിയിൽ നിന്ന് വരുമ്പോൾ ഞാൻ പാട്ടൊക്കെ പാടിക്കൊടുക്കുന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് പിന്നെ ഇവിടെ എത്തി നോക്കുമ്പോൾ പാട്ടുമില്ല ബൈത്തുമില്ല എന്ന് പറഞ്ഞ ഹാലായിട്ടോ. അങ്ങനെ കുട്ടികൾക്ക് പായസമൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്കല്ല രക്ഷിതാക്കൾക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പായസമൊക്കെ എടുത്തു കുടിച്ചു. നല്ല നല്ല രസം ഉണ്ടായിരുന്നു സത്യത്തിൽ. പിന്നെ എന്താ വെച്ചാൽ എനിക്ക് നിൽക്കാനും വീട്ടിലേക്ക് കോയങ്ങണവും ഉണ്ട്. ഇവരെ രണ്ടാളും നോക്കും വേണമല്ലോ. ഞാൻ കുറേ നിഫമോളത്ത് നിൽക്കും, പിന്നെ കുറേ നീയാടുത്ത് പോയി നിൽക്കും കേട്ടോ. പക്ഷേ എല്ലാതും പാടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുമില്ല കേട്ടോ ഞാൻ. അങ്ങനെ ഇവർക്ക് പായസങ്ങളൊക്കെ കൊടുത്തു. പിന്നെ കുറേ നേരമൊക്കെ അവിടെ നിന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തില്ല. പിന്നെ ഞങ്ങൾ ഒരു 12 മണി 12:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ തന്നെ പോകുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കരുതിയ പോലത്തെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല, കരച്ചിലും പിരിച്ചിലൊന്നുമില്ല. ഞാനായിട്ടായിരുന്നു ഞാൻ കുടുങ്ങിയെന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട കൂട്ടാൽ നമ്മൾ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ടാറ്റാ ബൈ ബൈ, സീ യു.